ഹല്ലേലൂയ. സർവശക്തനും കരുണാമയനുമായ ദൈവപിതാവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു രഹസ്യം, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്നുള്ളതാണ്. ഒന്നാമതായി നമ്മൾ പാപ വഴികളെ വിട്ട് തിരിഞ്ഞ് കർത്താവിലേക്ക് തിരിയണം. ലൂക്കോസ് 3:8 പറയുന്നത് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം എന്നാണ്. ജനം മാനസാന്തരപ്പെട്ടു എന്ന് അവരുടെ പ്രവൃത്തികളിലൂടെ ദൈവത്തിന് മനസ്സിലായപ്പോൾ ദൈവം ന്യായവിധിയെ മാറ്റി എന്നാണ് യോനയുടെ പുസ്തകത്തിൽ നിനവയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഓരോ ചുവടുകളും അത് നമ്മൾ ശരിക്കും കറക്റ്റായിട്ട് അനുസരിച്ചാലേ നമുക്ക് ദൈവികമായ പ്രയോജനങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഹല്ലേലൂയ, സ്തോത്രം.